നമസ്കാരം. വോട്ടിംഗ് എത്തിയിലേക്ക് സ്വാഗതം. ഇന്ന് ആലപ്പുഴ മണ്ഡലമാണ് നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുന്നത്. ആലപ്പുഴ കേരളം ആകെ ശ്രദ്ധിക്കുന്ന, ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളമല്ല ഇന്ത്യ ആകെ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുന്നു. കാരണം AICC ജനറൽ സെക്രട്ടറി, സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. ആലപ്പുഴയ്ക്ക് മറ്റു പ്രത്യേകത കൂടി, കഴിഞ്ഞ തവണ 19 സീറ്റുകളിലും ഇടതുമുന്നണി പരാജയപ്പെട്ടപ്പോൾ കനൽ ഒരു തരി എന്നൊക്കെ പിന്നീട് പറഞ്ഞതുപോലെ ആ ചുവന്നു നിന്ന മണ്ഡലം കൂടിയാണ് ആലപ്പുഴ. അവിടേക്ക് ഇത്തവണ BJPയും കരുത്തായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ്, ശോഭാ സുരേന്ദ്രനെ തന്നെയാണ് മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ BJPയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച സ്ഥാനാർത്ഥി കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രനെ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. നമുക്ക് ആലപ്പുഴ ജില്ലയിലേക്ക് വിശദമായി കടക്കും മുമ്പ് വേഗത്തിൽ പ്രധാന രാഷ്ട്രീയ തലക്കെട്ടുകൾ നോക്കി വരാം. കേരളത്തിന്റെ ഫലം വന്നു കഴിഞ്ഞു. കേരളത്തിന്റെ ഫലം പുറത്തു വന്നു കഴിഞ്ഞു. ഇടതു മുന്നണി 4 വിജയിക്കും. UDF 14, UDF 14, LDF 4, NDA BJP 2 സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് ന്യൂസ് 18 സർവേ പറയുന്നത്. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ ഫലം തുടരുന്നു. ഇന്ന് 12 സംസ്ഥാനങ്ങളിലെ 272 മണ്ഡലങ്ങളിലെ ഫലം വൈകിട്ട് 6 മുതൽ 10 വരെ ന്യൂസ് 18 കേരളത്തിൽ തത്സമയം. ൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച്. രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് നൽകി. പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ ഇന്ന് നിശ്ചയിച്ചേക്കും. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമിതി യോഗം ഡൽഹിയിൽ. EP ജയരാജനും രാജീവ് ചന്ദ്രശേഖറും ബിസിനസ് പാർട്ട്ണർമാരാണെന്ന് പ്രതിപക്ഷ നേതാവ്. ഇവർ തമ്മിൽ അവിഹിതമായ ബന്ധങ്ങൾ തുടരുകയാണ്. അതിപ്പോ ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ വരെ എത്തി. സ്വന്തം പാർട്ട്ണറെ കുറിച്ച് ജയരാജൻ ആൾ ഡീസന്റാണ്. കാരണം സ്വന്തം പാർട്ട്ണറെ തള്ളി പറയാൻ പറ്റുമോ? സ്വന്തം പാർട്ട്ണർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് പറയണ്ടേ? അതാണ് ജയരാജൻ പറഞ്ഞത്. ആരോപണങ്ങൾ നിഷേധിച്ച രാജീവ് ചന്ദ്രശേഖർ. ഒന്നും പറയാനില്ല. അവരിങ്ങനെ ഈ പകുതി നുണ, അതിൽ കുറെ സോൾട്ടും മസാല ഇട്ടിട്ട് അതിനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അവരുടെ ഒരു ക്ലാസിക് സ്ട്രാറ്റജി 2014 തുടങ്ങിയ സ്ട്രാറ്റജിയാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ പോയി കോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്യട്ടെ. ഞാൻ EP ജയരാജൻ ലൈഫിൽ മീറ്റ് ചെയ്തിട്ടില്ല. CPM-ലേക്ക് ക്ഷണിച്ചത് ദല്ലാൽ നന്ദകുമാറും EP ജയരാജനുമെന്ന് ആവർത്തിച്ച് ദീപ്തി മേരി വർഗീസ്. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്തെ ക്ഷണം താൻ തള്ളിയെന്നും ദീപ്തി. തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാക്കൾ BJPയിൽ. പ്രധാന നേതാക്കൾ വരുമെന്നായിരുന്നു K. സുരേന്ദ്രന്റെ അവകാശവാദം. എന്നാൽ വന്നത് തമ്പാനൂർ സതീഷും പത്മിനി തോമസും. പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി. പൗരത്വം ഉറപ്പാക്കുക എന്നത് അവകാശം, അതിൽ വിട്ടുവീഴ്ചയില്ലെന്നും അമിത്ഷാ. ഇന്ത്യ മുന്നണിക്കും പരിഹാസം. തെരഞ്ഞെടുപ്പ് ഇങ്ങ് എത്തിക്കഴിഞ്ഞു. വോട്ടിന്റെ ചൂടിലേക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം എത്തിക്കഴിഞ്ഞു. ആലപ്പുഴ ജില്ലയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. കേരളത്തിലെ ഒരു VVIP മണ്ഡലം എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഒന്ന് തന്നെയാണ് ആലപ്പുഴ. കാരണം കേരളത്തിൽ രാഷ്ട്രീയമായുള്ള പ്രത്യേകത, ഒപ്പം തന്നെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രത്യേകത കൂടി ആലപ്പുഴയ്ക്കുണ്ട്. ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ 19 സീറ്റുകളിലും UDF വിജയിക്കുന്ന ഘട്ടത്തിൽ പോലും ഇടതുമുന്നണിക്ക് 1 സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അത് ആലപ്പുഴയിലായിരുന്നു. അത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് കൂടിയായിരുന്നു. ഇടതുമുന്നണി കഴിഞ്ഞ തവണ പിടിച്ചെടുത്തത്. കയ്യിൽ പരമ്പരാഗതമായി ഉണ്ടായിരുന്ന പല സീറ്റുകളും നഷ്ടപ്പെട്ടപ്പോഴും കോൺഗ്രസിൽ 2 തവണ KC വേണുഗോപാൽ പ്രതിനിധീകരിച്ച ആലപ്പുഴ ജില്ലയാണ്. അന്ന് ഷാനിമോൾ ഉസ്മാനാണ് കോൺഗ്രസിന് UDFന് വേണ്ടി മത്സരിച്ചത്. ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് AM ആരിഫ്, അന്ന് MLA ആയിരുന്ന AM ആരിഫ് ആലപ്പുഴയുടെ MP ആയി വിജയിച്ചത്. ഇന്നിപ്പോൾ ആലപ്പുഴ തിരിച്ചു പിടിക്കാൻ വേണ്ടി KC വേണുഗോപാൽ വീണ്ടും ഇറങ്ങുന്നു. 2 തവണ ആലപ്പുഴയിൽ MP ആയിരുന്ന KC വേണുഗോപാൽ, അതിനു മുമ്പ് ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ MLA ആയിരുന്ന, കേരളത്തിൽ മന്ത്രിയായിരുന്ന KC വേണുഗോപാലാണ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ഇക്കുറി BJPയുടെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു പോരാട്ടത്തിന്, കഴിഞ്ഞ തവണത്തെ പോലെ കഴിഞ്ഞ തവണ പ്രധാനപ്പെട്ട 5 മണ്ഡലങ്ങളിലാണ്
ത്രികോണ പോരാട്ടം നടന്നത്. അങ്ങനെ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം ആയിരുന്നില്ല ആലപ്പുഴ. ആലപ്പുഴയെ സംബന്ധിച്ചെങ്കിലും BJP കഴിഞ്ഞ തവണ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. KS രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആലപ്പുഴയിൽ കൂടുതൽ ഊടുകളുടെ തീരദേശത്തൊക്കെ വോട്ട് പിടിക്കാൻ കൂടി സവിശേഷ ശേഷിയുള്ള, അല്ലെങ്കിൽ താഴെത്തട്ടിലെ നിന്ന് വളർന്നു വന്ന് വലിയ സ്ഥാനങ്ങളിലേക്കൊക്കെ PSC ചെയർമാൻ സ്ഥാനത്തേക്കൊക്കെ അടക്കം എത്തിയ, പിന്നീട് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയ KS രാധാകൃഷ്ണനായിരുന്നു സ്ഥാനാർത്ഥി. അങ്ങനെ രാധാകൃഷ്ണൻ്റെ ഭാഗത്തു നിന്നും സാമാന്യം മെച്ചപ്പെട്ട രീതിയിലേക്ക് BJPയുടെ വോട്ട് ഷെയറിൽ വലിയ വർധനവുണ്ടാക്കാൻ കഴിഞ്ഞു. അവിടെ വീണ്ടും അത്തരമൊരു വർധനവിന് വേണ്ടി ശോഭാ സുരേന്ദ്രൻ പറയുന്നത്, ഞാൻ വോട്ട് ഷെയർ ഉയർത്താൻ വേണ്ടിയല്ല, വിജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്ന് തന്നെയുള്ള അവകാശവാദവുമായി ശോഭാ സുരേന്ദ്രനുമുണ്ട്. എന്തായാലും AM ആരിഫും KC വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും ചേർന്ന് കളം നിറയ്ക്കുകയാണ് ആലപ്പുഴയുടേത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ കൂടി ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ ചേരുന്നതിന് മുമ്പ് നമുക്ക് ആലപ്പുഴയിൽ നിന്നും രാവിലെ KC വേണുഗോപാലിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ആ പ്രതികരണത്തിലേക്ക് കൂടി കടക്കാം. റൈസും പെൻഷൻ വിതരണവും ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള സർക്കാരിൻ്റെ കബളിപ്പിക്കലാണെന്ന് KC വേണുഗോപാൽ. സർക്കാർ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കുകയാണ്. CAA എന്നത് മതത്തിൻ്റെ പേരിൽ വിഭജന രാഷ്ട്രീയത്തിനുള്ള നീക്കമാണ്. ഇതിന് കോൺഗ്രസ് മറുപടി നൽകുമെന്നും KC വേണുഗോപാൽ ന്യൂസ് 18നോട് പറഞ്ഞു. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ്റെ റിപ്പോർട്ട് കാണാം. ആലപ്പുഴ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ പര്യടനങ്ങളും ഒക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ ആലപ്പുഴയിൽ ഏറ്റവും ശ്രദ്ധേയനായ സ്ഥാനാർത്ഥി എന്ന് പറയാൻ കഴിയുന്ന KC വേണുഗോപാൽ, അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ഒരുപാട് സംഘടനാ തിരക്കുകളുണ്ട്. ഇടക്കൊന്ന് വന്നു, വീണ്ടും പോയി, വീണ്ടും വരുന്നു. ഇങ്ങനെ വന്ന് നിൽക്കാൻ കഴിയുള്ളൂ ആലപ്പുഴയിൽ? സംഘടനാപരമായിട്ടുള്ള ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പഴയതുപോലെ പൂർണ്ണമായിട്ടും എനിക്ക് നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് അത് എനിക്ക് ആലപ്പുഴയിലെ ആളുകൾക്ക് മനസ്സിലാവുന്നതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അവരുടെ എല്ലാ ദിവസവും ഞാൻ എവിടെയായാലും ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്, ജനങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ചയായ CAA അടക്കമുള്ള വിഷയങ്ങൾ, അതായത് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മതം ഒരു വിഷയമായി മാറുന്നു എന്നുള്ളതാണ്. അത് എത്രമാത്രം ഒരു അസംതൃപ്തി അല്ലെങ്കിൽ സാധാരണ ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരു പേടി ഉണ്ടാക്കുന്നുണ്ട്? അതാണൊരു ലക്ഷ്യം. ഇതുവരെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്? ഈ ബില്ല് കൊണ്ടുവന്നിട്ട് 4 വർഷവും 3 മാസവും കഴിഞ്ഞു പാർലമെന്റ് പാസ്സാക്കിയിട്ട്. ഈ 4 വർഷവും 3 മാസവും ഒരു കാര്യം ചെയ്യാതെ പാർലമെന്റ് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾക്ക് മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇത് ചെയ്യുന്നത് എന്തുദ്ദേശിച്ചിട്ടാണ്? ജനങ്ങളെ വിഭജിക്കുക, ജനങ്ങളെ 2 തട്ടിലാക്കുക, ആ തട്ടിലാക്കി അവരെ തമ്മിലടിപ്പിക്കുക, അവരെ ഒരു രണ്ട് തരം പൗരന്മാരെ ഉണ്ടാക്കുക. ഇവരാണോ രാജ്യം ഭരിക്കുന്നവർ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലല്ലേ രാജ്യത്തിലെ ഗവേണൻസ്? നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പിൽ പോരാടും, ചിലർ ജയിക്കും, ചിലർ തോക്കും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ജയിച്ചു കഴിഞ്ഞവർ എല്ലാവരുടെയും ഗവൺമെന്റല്ലേ ഉണ്ടാക്കേണ്ടത്? ഇതിപ്പോൾ അങ്ങനെയാണോ? ഇത് അവർക്കൊറ്റ ലക്ഷ്യം, ജനങ്ങളെ വിഭജിച്ചാൽ മാത്രമേ അവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ. മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ അലയുകയാണ്, അൺഎംപ്ലോയ്മെന്റ് അതിന്റെ പീക്കിലാണ്. കൃഷിക്കാരുടെ സമരം നമ്മൾ കണ്ടു, അവരൊന്ന് കേൾക്കാൻ പോലും തയ്യാറല്ല. വിലക്കയറ്റം രൂക്ഷമാണ്, സഹോദരിമാരുടെ പ്രശ്നങ്ങൾ എത്ര രൂക്ഷമാണ്. ഇതിൽ നിന്നെല്ലാം ഒളിച്ചുകൂടുക, ഇതിനൊന്നും മറുപടിയില്ല. ഇതിനെല്ലാം ഉത്തരവായിട്ട് അവരാകെ കൊടുക്കുന്ന ഒരു ക്യാപ്സൂൾ പോളറൈസേഷൻ. ഇന്ത്യ മുന്നണി എങ്ങനെയായിരിക്കും ഈ വിഷയങ്ങളെ മറികടക്കാൻ? കാരണം അയോധ്യ വരുന്നു, രാമക്ഷേത്രം വരുന്നു, അതിന് പുറകെ ഇപ്പൊ പുതിയൊരു അജണ്ട വരുന്നു. ജനങ്ങളെ അവരുടെതെല്ലാം ഡൈവേഴ്സ് ടാക്ടിക്സ് ആണ്. ഞങ്ങൾ ജനങ്ങളെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമേ. ഈ പ്രകടന പത്രിക അടക്കമുള്ള വിഷയങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത്? കൃത്യമായി ജനങ്ങളിലേക്ക് അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് കാര്യം? തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ കോൺഗ്രസിന്റെ ഗ്യാരണ്ടികൾ ഓരോന്നോരോന്നായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ സംസ്ഥാനത്തിലും നമ്മൾ അതിൻ്റെതായിട്ടുള്ള മറ്റു ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് അവർക്കും കൂടെ ആവശ്യമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാനിഫെസ്റ്റോകൾ ഉണ്ടാവും. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ വരും. അവസാനം ഇന്ത്യ മുന്നണിയുടേതായിട്ടുള്ള പ്രധാനപ്പെട്ട ഫോക്കസ് പോയിന്റുകളും ഉണ്ടാവും. പ്രഖ്യാപനം വരാത്തത് കൊണ്ടാണോ സ്ഥിരമായി ഇവിടെ ഇങ്ങനെ കാണാത്തത്? അല്ലല്ല, സംഘടനാപരമായ ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടാണ്. ഇന്നും നാളെ ഞാൻ ഇവിടെ ഉണ്ട്, അടുത്ത ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ സംഘടനാ ചുമതലയിൽ നിൽക്കുമ്പോഴും എല്ലാ ഞായറാഴ്ചകളിലും മിക്ക ഞായറാഴ്ചകളിലും ആലപ്പുഴയിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് KC വേണുഗോപാൽ. തീർച്ചയായിട്ടും എനിക്ക് ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം റോഡ് ഷോ നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ ആളുകളുടെ മുഖത്തുള്ളത് നോക്കുമ്പോൾ സത്യത്തിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു തിരിച്ചുവരവ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അത് എനിക്കും ഒരു നഷ്ടബോധമുണ്ട്, കഴിഞ്ഞ 5 വർഷക്കാലത്ത് ഒരു നഷ്ടബോധം. അത് ഒരു അർത്ഥത്തിൽ ആ നഷ്ടബോധത്തിൽ നിന്നുകൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആലപ്പുഴ വിട്ടൊരു കർമ്മരംഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വടകര അടക്കമുള്ള ഇടങ്ങളിലെ ഒരു ആവേശം കാണുമ്പോൾ ഒരു ട്രെൻഡ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? പൂർണ്ണമായും ട്രെൻഡുണ്ട്. അത് കേരളത്തിൽ പൂർണ്ണമായും ട്രെൻഡുണ്ട്. ആ ട്രെൻഡിനെ ഭയപ്പെട്ടുകൊണ്ടാണ് 2 മുന്നണികളും BJPയും CPM രണ്ടും ഒരേ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇപ്പം
അവർക്ക് ഒറ്റ ശത്രുവേ ഉള്ളൂ, കോൺഗ്രസ്. ട്രെൻഡ് ക്ലിയർ ആയിട്ടുണ്ട്. ഈ ആലപ്പുഴയിലാണെങ്കിലും നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നോക്കുകയാണെങ്കിൽ NDA സ്ഥാനാർത്ഥികളൊക്കെ ഇടതുപക്ഷത്തെക്കാൾ കൂടുതലായി ടാർഗറ്റ് ചെയ്യുന്നത് താങ്കളെയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അതെനിക്ക് അഭിമാനമല്ലേ. NDA എന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് അവരുടെ പ്രശ്നങ്ങളുമായിട്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് കോംപ്രമൈസ് ഇല്ലാതെ ആശയപരമായിട്ടുള്ള പോരാട്ടത്തിലാണ്. പിന്നെ അവർക്കിവിടെ രണ്ടുപേർക്കും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അവർ രണ്ടുപേരും ക്ലിയർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത്. കേരളത്തിലെ ഗവൺമെന്റിനെ എന്തിനായിട്ട് എന്താണ് BJP ചെയ്യുന്നത്? ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ കഴിഞ്ഞ കേരളത്തിലെ ഗവൺമെന്റിനെ ഇത്രയും ഗവൺമെന്റ് ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ നിന്ന ഘട്ടത്തിൽ പോലും അവരുടെ ഭാഗത്തുനിന്നൊരു കോൺട്രിബ്യൂഷൻ ഇല്ല. ഗവൺമെന്റ് പേടിപ്പിക്കും. അന്വേഷണം ഏത് അന്വേഷണമാണ് പൂർണ്ണമായിട്ടും മാറിയിട്ട് ഒന്നുമില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും ആളുകളെയൊക്കെ വീണ്ടും കണ്ടു. കുറെ ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ആ റാലി പോയപ്പോഴത്തേക്കും ആ ഷോയ്ക്കിടയിൽ കുറെ ആളുകളെ, പഴയ ആളുകളെയൊക്കെ വീണ്ടും അടുത്ത് കാണാൻ, ഒരുപക്ഷെ തിരക്കുകൾ മൂലം കുറെ ആളുകളെ ഒന്നും കാണാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ? പഴയ ഞാൻ പറഞ്ഞല്ലോ, എനിക്കതൊരു വികാരപരമായിട്ടുള്ള ഒരു വല്ലാത്ത കൂടിച്ചേരലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവരെല്ലാം നമ്മുടെ ഭാഗം തന്നെയെങ്കിലും ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും ആലപ്പുഴയിലെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്ന് വന്നപ്പോൾ അവരുടെ മുഖത്തുണ്ടായ ഭാവം, അത് എനിക്ക് പകർന്നു നൽകുന്ന അനുഭവങ്ങൾ ഒക്കെ തന്നെ വിവരണാതീതമാണ്. എനിക്ക് അത്തരത്തിൽ ഇത് പറയുന്നത് അതിശയോക്തിയോ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടോ അല്ല, ഞാൻ എന്റെ പഴയ കാലത്തും ഞാൻ എല്ലായ്പ്പോഴും പറഞ്ഞു തന്നെ ഞാൻ ജീവിതത്തിൽ എത്ര മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴും ആലപ്പുഴയിലെ ജനങ്ങളുമായിട്ടൊന്ന് ഇടപഴകുമ്പോൾ ആ സംഘർഷങ്ങളെല്ലാം ലൈറ്റായിട്ട് അപ്രത്യക്ഷമാവുന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി ഒരു ഹൃദയ അടുപ്പം അവരുമായിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് മിക്കവാറും ആളുകളെ നേരിട്ട് അറിയുന്നവർ തന്നെയാണ്. ഏറ്റവും ഇവിടെ ഈ വീട് എല്ലാവർക്കും വേണ്ടി തുറന്നു വെച്ചതാണ്. ഇവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കാറില്ല, ജാതി മതം നോക്കാറില്ല, ആരുടെയും ശുപാർശക്കത്ത് വേണ്ട. അവർക്കെല്ലാം നേരിട്ട് ഇവിടെ വരാം, പറയാം. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റാറില്ല, പക്ഷേ പരമാവധി കാര്യങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാറുണ്ട്. കുറേ കാര്യങ്ങൾ നടക്കാറുണ്ട്, കുറേ കാര്യം നടക്കാതിരിക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസം അവരുടെ മുഖത്തുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സംസ്ഥാന സർക്കാർ അടുത്ത ദിവസം പെൻഷൻ വിതരണം നടത്താൻ പോകുന്നു. ഇപ്പോൾ കെ-റൈസ് ഇറക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഔട്ട്ലെറ്റുകളിൽ പലയിടത്തും എത്തിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമായിട്ടാണോ? എന്താണ് കോൺഗ്രസ് ജനങ്ങളെ കബളിപ്പിക്കുക? 6 മാസമായിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല. ജനങ്ങൾ നിലവിളിക്കുകയാണ്. അമ്മമാരും അതുപോലെ വൃദ്ധജനങ്ങളൊക്കെ നിലവിളിക്കുകയാണ്. അവരുടെ 6 മാസക്കാലമായിട്ട് അവർക്ക് കിട്ടുന്ന പെൻഷൻ കിട്ടിയിട്ടില്ല. അതിൽ കുറച്ച് ഭാഗമാണ് ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് കൊടുക്കുന്നത്. ഇതെന്താ ഇലക്ഷനുള്ള കൈക്കൂലിയാണ്? അവർക്ക് കിട്ടേണ്ടതല്ലേ? ഇലക്ഷൻ തൊട്ട് മുമ്പാണ് അവർക്ക് കൊടുക്കേണ്ടിരുന്നത്. അപ്പോൾ ഗവൺമെന്റ് പിടിപ്പുകേട് ആണ് യഥാർത്ഥത്തിൽ ഇത്, അല്ലാതെ ഗവൺമെന്റ് നേട്ടമല്ലല്ലോ. ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവില്ലതാണോ? അവർക്കെല്ലാം മനസ്സിലാവും എല്ലാവർക്കും. കേരളത്തിൽ എത്ര സീറ്റാണ് UDF പ്രതീക്ഷിക്കുന്നത്? 20-20 20-20 ഞങ്ങൾ കഴിക്കും. എന്തായാലും ഇനി അടുത്ത കഴിഞ്ഞ ദിവസം നിർത്തിവെച്ച റോഡ് ഷോ ഇനി കണ്ടിന്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? ഭയങ്കര തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസത്തെ റോഡ് ഷോയിൽ. അത് കരുനാഗപ്പള്ളി ഉണ്ട്. ഞങ്ങൾ 3 കൺവെൻഷൻ ഉണ്ട് ഇന്ന്. ആലപ്പുഴ, അരൂർ, ചേർത്തല. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കരുനാഗപ്പള്ളിയിൽ വൈകുന്നേരം 6:30 മണി മുതൽ കരുനാഗപ്പള്ളി നിയോജകമണ്ഡലത്തിന്റെ റോഡ് ഷോ ഉണ്ട്. പിന്നെ കായംകുളം മാത്രമേ ബാക്കിയുള്ളൂ. അതാണ് സംഘടനാ ചുമതലകൾക്കിടയിലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ KC വേണുഗോപാൽ മണ്ഡലത്തിൽ സജീവമാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വന്ന റോഡ് ഷോയ്ക്ക് ശേഷം അതിന്റെ തിരക്കുകൾക്കിടയിൽ പിന്നീട് വയനാട്ടിലേക്ക് മടങ്ങിപ്പോണ്ടി വന്നു. റോഡ് ഷോ കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അത്രയ്ക്ക് തിരക്ക് ആ വഴിയോരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വീണ്ടും പഴയ ആളുകളുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് വകയൊരുങ്ങിയത് മാത്രമല്ല, കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് ആലപ്പുഴയെ കൊണ്ട് എത്തിച്ച് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിയോടെ. എന്തായാലും വലിയ പോരാട്ട ചൂടിൽ നിൽക്കുന്ന ആലപ്പുഴയിൽ വളരെ ശ്രദ്ധേയമായ മണ്ഡലമാക്കി KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം മാറ്റുന്നു എന്നുള്ളതാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ആലപ്പുഴയിൽ നിന്നും ഞങ്ങളുടെ ലേഖക ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ആലപ്പുഴയെ സംബന്ധിച്ച് കേരളത്തിൽ കടുത്ത ഒരു മത്സരത്തിലേക്ക് നീങ്ങുന്ന മണ്ഡലം കൂടിയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ കേരളമാകെ ഒരു ട്രെൻഡായിരുന്നെങ്കിൽ അതിന് നേരെ പുറംതിരിഞ്ഞു നിന്ന ഒരു മണ്ഡലം കൂടിയാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും 3 പേരും കരുത്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. സിറ്റിംഗ് MP AM ആരിഫ് വരുന്നു. അതോടൊപ്പം തന്നെ തിരിച്ചുപിടിക്കാൻ മുമ്പ് 2 തവണ MP ആയിരുന്ന KC വേണുഗോപാൽ വരുന്നു. BJPയും കരുത്തയായ ഒരു സ്ഥാനാർത്ഥിയാണ്, ശോഭാ സുരേന്ദ്രനെയാണ് മത്സരരംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. നമുക്കെന്തായാലും ആരിഫിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ആരിഫിൻ്റെ സാധ്യതകൾ ആയി ഇടതുപക്ഷം വിലയിരുത്തുന്നത്?
ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ തവണ കിരൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലത് തരംഗം ആഞ്ഞു വീശിയ ഘട്ടത്തിലും ഇടത് കോട്ടയായി നിന്ന ഒരു സ്ഥലം തന്നെയാണ് ആലപ്പുഴ. നമുക്കറിയാം ആലപ്പുഴ ജില്ലയുടെ ഒരു നിയമസഭാ മണ്ഡലങ്ങളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും ചുവന്ന് നിൽക്കുന്ന മണ്ഡലമാണ്. ഹരിപ്പാട് ഒഴിച്ച് മിക്ക ഘട്ടത്തിലും ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളായി പരിശോധിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ചുവന്ന് നിൽക്കുന്ന ഒരു മണ്ഡലം എന്ന് തന്നെ നമുക്ക്, അല്ലെങ്കിൽ ജില്ല എന്ന് തന്നെ നമുക്ക് ആലപ്പുഴയിലെ മണ്ഡലങ്ങളെ പറയാൻ കഴിയും. പക്ഷേ ആ സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ ആലപ്പുഴ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ അരൂറും കരുനാഗപ്പള്ളിയും അങ്ങ് തെക്ക് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ കരുനാഗപ്പള്ളി വരെ, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി വരെ നീണ്ടു കിടക്കുന്ന 6 നിയമസഭാ മണ്ഡലങ്ങളാണ്. ഈ നിയമസഭാ മണ്ഡലങ്ങളുടെ ഒരു കണക്കെടുത്താൽ ഇപ്പോൾ സിറ്റിംഗ് MP ആയ എ ആരിഫിന് ആദ്യഘട്ടത്തിൽ, അതായത് ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആദ്യഘട്ടത്തിൽ ഉണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത് മറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായി UDFും BJPയും വൈകിയപ്പോൾ തന്റെ പ്രചരണവുമായി മുന്നോട്ട് പോകാനായി ആരിഫിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആദ്യഘട്ട പ്രചരണം, അതായത് പ്രചരണത്തിൽ മുൻതൂക്കം നേടാൻ ആരിഫിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ അത് എത്രമാത്രം CPM കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഇടത് കേന്ദ്രങ്ങളിൽ അത് എത്രമാത്രം ആവേശകരമായിരുന്നു എന്നുള്ള ചോദ്യം ഉയർത്തിയാൽ കിരൺ, അത് പലയിടങ്ങളിലും അത്തരത്തിലൊരു ആവേശത്തിന് ചോർച്ച ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ പറയാൻ കഴിയും. എന്തായാലും അത് ആരിഫ് പറഞ്ഞതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ നടന്ന പ്രചരണം മാത്രമാണ്. അത് അത്യാവശ്യം ഇടങ്ങളിൽ പോയി കണ്ടു, തിരികെ വന്നു, അത്തരത്തിലുള്ള കാര്യമാണ്. ഒരു ആവേശകരമായി പ്രചരണത്തിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായും മറ്റ് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കപ്പെടണമായിരുന്നു, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടണം. എന്നാൽ തിരഞ്ഞെടുപ്പ് ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ആലപ്പുഴ ഒരു ആവേശ പോരിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ പ്രഥമ സൂചന തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെയും KC വേണുഗോപാലിന്റെയും കൂടെ സ്ഥാനാർത്ഥിത്വം ആരിഫിനൊപ്പം വന്നപ്പോൾ എന്നുള്ളതാണ്. നമുക്കറിയാം കഴിഞ്ഞ തവണ CPM തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ആലപ്പുഴ മണ്ഡലത്തിൽ ആരിഫിന് ലീഡ് നൽകിയത് ചേർത്തലയും കായംകുളവുമാണ്. ഏകദേശം 16,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആരിഫ് ഷാനിമോൾ ഉസ്മാനോട് മത്സരിച്ച് ജയിച്ചത്. ഷാനിമോൾ ഉസ്മാനും അന്ന് KS രാധാകൃഷ്ണൻ, ശബരിമല വിഷയം വളരെ സജീവമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അന്ന് 1,87,000 വോട്ട് പിടിച്ചാണ് KS രാധാകൃഷ്ണൻ അവിടെ വോട്ട് നില വലിയ തോതിൽ ഉയർത്താനായി കഴിയുകയും ചെയ്തിട്ടുള്ള മണ്ഡലമാണ്. മറിച്ച് ഇത്തവണ ആ ശബരിമല വിഷയത്തിനപ്പുറത്തേക്ക് NDAയുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരികയാണെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു കരുത്തിയായ സ്ഥാനാർത്ഥി ഇറക്കി വോട്ട് പിടിക്കാനും, കഴിഞ്ഞ ദിവസം നമ്മൾ ശോഭാ സുരേന്ദ്രനുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് വോട്ട് ഷെയർ ഉയർത്താനല്ല താൻ വന്നത്, മത്സരിച്ച് ജയിക്കാനാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ BJP പ്രവർത്തകർക്കിടയിലും NDAയ്ക്കിടയിലും വലിയൊരു ആവേശം ഉണ്ടാക്കാനും ഈ തെരഞ്ഞെടുപ്പിന് കഴിയുന്നു എന്നുള്ളതാണ്. അതിന്റെ തുടക്കഘട്ടത്തിൽ തന്നെ UDFും LDFും BJPയും ആവേശത്തോടെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇത്തവണത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. ആരിഫിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ തവണ 2 ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ഥാനാർത്ഥികളാണ് LDFും UDFും മത്സരത്തിനായി ഇറക്കിയത്. പക്ഷേ ഇത്തവണ ആരിഫ് മാത്രമാണ് മത്സരിക്കുന്നത്. CA അടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നു. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ആരിഫ് മാത്രമേ ഉള്ളൂ. ആ വോട്ടുകൾ ആരിഫിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമോ എന്നുള്ളതാണ് ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടത്. അതായത് പാർട്ടി വോട്ടുകൾക്ക് അതീതമായി ഇത്തരം വോട്ടുകൾ കൂടി ആരിഫിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. അതെന്തായാലും ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകളും അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെക്കുന്ന കടുത്ത മത്സരവുമൊക്കെ ഇവിടുത്തെ റിസൾട്ടിനെ കൃത്യമായി ബാധിക്കും. എന്തായാലും ഇരു മുന്നണികളും ഒരു ത്രികോണ മത്സരം ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ ആലപ്പുഴയിൽ ഇപ്പോഴും മത്സരം ഈ പ്രാഥമിക ഘട്ടത്തിൽ ശരണ്യ, ആലപ്പുഴയിൽ യഥാർത്ഥത്തിൽ ഈ 2 മുന്നണികൾ ഇപ്പോൾ അവസാനം CA നിലപാട് വന്നു. CA വരുമ്പോൾ സ്വാഭാവികമായും ആലപ്പുഴയിൽ ഒരു പരിധിവരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണ്. അതിൽ എതിർപ്പുള്ള ആളുകളൊക്കെ, പലതരത്തിലുള്ള ആളുകളൊക്കെ അവിടെ ഉള്ളത് കൂടിയാണ്. ഇതിനപ്പുറത്തേക്ക് പ്രധാനമായും കോൺഗ്രസും ഇടതുമുന്നണിയും പരസ്പരം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ വോട്ടിനെ നിശ്ചയിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാമാണ്? പ്രത്യേകിച്ച് അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെ എല്ലാം തീരദേശ മണ്ഡലങ്ങളാണ്. നീളത്തിലൊരു മാല പോലെ കിടക്കുന്ന തീരദേശ മണ്ഡലങ്ങൾ, തീരമില്ലാത്ത ഒരു നിയമസഭാ മണ്ഡലം പോലും ഈ ആലപ്പുഴ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രത്തോളം നീളത്തിൽ കിടക്കുന്ന ഒരു മണ്ഡലം. ഇവിടെ ഏതെല്ലാം വിഷയങ്ങളാവും പ്രധാനമായും വോട്ടിനെ ബാധിക്കുക? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിൽക്കുക കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തീരദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് സഭയും ന്യൂനപക്ഷങ്ങളും ഈഴവ വിഭാഗങ്ങളും മറ്റ് ഇതര വിഭാഗങ്ങളും ഒക്കെ ഇടകലർന്ന ഒരു പ്രത്യേക റേഷ്യോയിൽ കിടക്കുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ ഈ ഇടതുപക്ഷം സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ന്യൂനപക്ഷ വോട്ടുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ എത്രമാത്രം നേടിയിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ അത്
എം ആരിഫിന്റെ പോളിംഗ് നില അല്ലെങ്കിൽ എം ആരിഫിന്റെ വോട്ട് നില നമ്മൾ പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ LDF അധികമായി നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാൻ ആയിരുന്നു സ്ഥാനാർത്ഥിയായി UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. പക്ഷേ പൊതുവെ UDF സംബന്ധിച്ചിടത്തോളം അത്ര കരുത്തയായ സ്ഥാനാർത്ഥി അല്ലായിരുന്നു ഷാനിമോൾ ഉസ്മാൻ എന്ന് തന്നെ പറയാം. അത് സംഘടനാപരമായൊക്കെ തന്നെയും അവർക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ എം ആരിഫിനെ കഴിഞ്ഞ തവണ വിജയത്തിലേക്ക് എത്തിച്ചതിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷ ഭാഗങ്ങളും അല്ലെങ്കിൽ ഈ ആലപ്പുഴ നഗരവും ഒക്കെ അടങ്ങുന്ന ഭാഗങ്ങൾ, ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഷാനിമോൾ ഉസ്മാന്റെ ഒരു വോട്ട് നില UDF ഇതുവരെ പരമ്പരാഗതമായി നേടിക്കൊണ്ടിരുന്ന ആ വോട്ട് നില താഴ്ത്താനായി കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് അവരുടെ ലീഡ് കുറയ്ക്കാനായി കഴിയുകയും ശരിക്കും വോട്ട് കിട്ടിയത് കായംകുളവും ചേർത്തലയും ചേർന്നാണ് ആരിഫിനെ വിജയിപ്പിച്ചത്. ഈ ചേർത്തല എന്ന് പറയുന്നത് ഇടതുപക്ഷ കോട്ടയാണ്. എല്ലാ കാലത്തും ഈ ഇടതുപക്ഷത്തിന് ലീഡ് നൽകുന്ന പാർട്ടി വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. കായംകുളവും സമാനമായി ചന്ദ്രബാബുവിനൊക്കെ ലീഡ് നൽകിയ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ CPM വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് ഇത്തവണ ആരിഫിന് മറ്റു വോട്ടുകൾ എത്രമാത്രം നേടാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യം. അതിനപ്പുറത്തേക്ക് KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതോടെ കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയൊരു ആവേശം ഉണ്ടാക്കാൻ ആ സ്ഥാനാർത്ഥിത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് KC വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് മടങ്ങി വരുന്നത് എന്നുള്ളതാണ്. AM ആരിഫിനെ സംബന്ധിച്ചിടത്തോളം 5 വർഷം പാർലമെന്റിൽ എന്തു ചെയ്തു എന്നുള്ള ചോദ്യം തീർച്ചയായും ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കേണ്ടി വരും. അതിനുള്ള മറുപടികൾ നൽകേണ്ടി വരും. സിറ്റിംഗ് MP എന്ന രീതിയിൽ രണ്ടാമത്തെ ടേം ആരിഫിന് വിനയാകുമോ എന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും ഈ 2 സ്ഥാനാർത്ഥികളും ഇങ്ങനെ പോകുമ്പോഴും കരിമണൽ ഖനനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതിശക്തമായി ഉയർത്തിക്കൊണ്ടാണ് NDA ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് വരുന്നത്. ഈ ലാറ്റിൻ സഭ, അതായത് നമുക്കറിയാം KS മനോജും ഒപ്പം തന്നെ TJ ആഞ്ചലോസും ഒക്കെ മത്സരിച്ച് ജയിച്ച ഒരു സ്ഥലം, ലാറ്റിൻ അടക്കമുള്ള വിഭാഗങ്ങളുടെ ഈ തീരദേശത്ത് വരുന്ന വിഭാഗങ്ങളുടെ ഒക്കെ വോട്ട്, ആ ക്രിസ്തീയ സഭയുടെ വോട്ടൊക്കെ നിർണായകമാകുന്ന മണ്ഡലമാണ്. പണ്ട് ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോകുമ്പോഴൊക്കെ ഈ സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി പരിഗണനയിൽ വന്നിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ UDF കൃത്യമായ ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോഴേ ഉറപ്പിച്ച് പറയാൻ കഴിയും. അതായത് UDF ഈ മേഖലകളിൽ ഈ പറഞ്ഞ വിഭാഗങ്ങളിൽ മേൽക്കൈ നേടിക്കൊണ്ട് ഇപ്പോഴേ ആ മേൽക്കൈ അവർ ഉറപ്പിച്ച് തന്നെയാണ് പോകുന്നത്. അത് നമുക്ക് KC വേണുഗോപാലിന്റെ തീരദേശ മേഖലയിലുള്ള പ്രചരണം കാണുമ്പോൾ തന്നെ ആദ്യത്തെ റോഡ് ഷോയിൽ തന്നെ നമുക്കത് പ്രകടമാണ്. ആ ഒരു സ്ഥാനാർത്ഥിത്വത്തിന്റെ ഒരു ആവേശം അവിടെ ഇപ്പോഴേ ഒരു UDF അനുകൂല നീക്കം തീരദേശ മേഖലയിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. മറിച്ച് അതിനപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് അറിയാം, തൃക്കുന്നപ്പുഴയും പല്ലനയും അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. ആ വോട്ട് കൃത്യമായി AM ആരിഫിന് പിടിക്കാൻ കഴിയും. പക്ഷേ നമുക്ക് ആലപ്പുഴ നഗരത്തിലെ ഓരോ വ്യക്തികളുമായും ഓരോ വിഭാഗങ്ങളുമായും KC വേണുഗോപാൽ വർഷങ്ങളായി ഇവിടെ പാർലമെന്റ് രംഗത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവരുമായി ഒരു കൃത്യമായ ഒരു ബന്ധം, ഒരു അടുപ്പം, വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ഒരാളും കൂടിയാണ്. ആ വോട്ടുകൾ ഇപ്പുറത്തേക്ക് മറയുകയാണെങ്കിൽ AM ആരിഫിനെ സംബന്ധിച്ചിടത്തോളം അത് നില പരിങ്ങലിലാക്കും എന്നുള്ളതാണ്. ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പൂട്ടിക്കിടക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീരദേശം, അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ ഇടകലർന്ന് നിൽക്കുന്ന സർക്കാർ, പ്രത്യേകിച്ച് സർക്കാർ വിരുദ്ധ മറ്റൊരു ചോദ്യം കൂടി സ്വാഭാവികമായി വീഴുന്നുണ്ടല്ലോ. അതായത് നമുക്ക് അവിടെ പ്രധാന മത്സരം നടക്കുന്നത് AM ആരിഫും KC വേണുഗോപാലും തമ്മിലാണ് മത്സരം നടക്കുന്നത്. പക്ഷേ BJPയും ശക്തമായ സാന്നിധ്യമായി തന്നെയുണ്ട്. BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ അടക്കം ഒരു 20% വോട്ട് പിടിക്കാൻ കഴിഞ്ഞ മണ്ഡലമല്ല. കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ നിന്ന് BJPക്ക് ലഭിക്കാവുന്നതിൽ നല്ല സ്ഥാനാർത്ഥിയെ തന്നെയാണ്, പ്രത്യേകിച്ച് ആലപ്പുഴയുടെ തീരമേഖലയിലൊക്കെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ എന്ന മുൻ കോൺഗ്രസ്സുകാരനായ PSC ചെയർമാനായിരുന്ന ഒരാൾ തന്നെയാണ് മത്സരിക്കുന്നത്. അതിനു മുമ്പ് തവണ മത്സരിച്ചത് AV താമരാക്ഷനാണ്. ആലപ്പുഴയിൽ വലിയ സ്വാധീനവും പ്രത്യേകിച്ച് ഒരു സമുദായ സംഘടനയുടെ നേതാവ് എന്ന നിലയ്ക്കും എല്ലാം വലിയ സ്വാധീനമൊക്കെ ഉള്ള ആളായിരുന്നെങ്കിൽ പോലും അന്ന് 47,000 മറ്റോ വോട്ട് മാറ്റമാണ് AV താമരാക്ഷന് അവിടെ നിന്ന് പിടിക്കാൻ കഴിഞ്ഞത്. പക്ഷേ കഴിഞ്ഞ തവണ KS രാധാകൃഷ്ണൻ എത്തുമ്പോഴേക്കും KS രാധാകൃഷ്ണൻ 1,87,729 വോട്ട്, 17.24% വോട്ട്. അത് 5-1 വോട്ടിലേക്കൊന്നും എത്തിയില്ലെങ്കിൽ പോലും അത്രയും 17% വോട്ട്, അങ്ങനെ തീരെ തള്ളിക്കളയാൻ കഴിയുന്ന ഒരു വോട്ടിലേക്കല്ല എത്തിയത്. ഇത്തവണ KS രാധാകൃഷ്ണന് പകരം അവിടെ നിന്നും അല്ലാത്ത മറ്റൊരു നേതാവ് അവിടേക്ക് എത്തുന്നു. അത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ വന്നതുകൊണ്ട്, സാധാരണഗതിയിൽ ശോഭാ സുരേന്ദ്രനൊക്കെ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങൾ മത്സരിച്ചുകൊണ്ടിരുന്ന ആളാണ്. ആറ്റിങ്ങിലൊക്കെയാണ് മത്സരിച്ചുകൊണ്ടിരുന്നത്, പാലക്കാടാണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് A ക്ലാസ് മണ്ഡലം മാറി ആലപ്പുഴയിലേക്ക് മത്സരരംഗത്ത് വരുന്നത്. അങ്ങനെ ഒരു ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ അതിലേതെങ്കിലും തരത്തിലുള്ള മാറ്റം എന്താണ് NDAയും BJPയും ഒക്കെ പ്രതീക്ഷിക്കുന്നത്? അതോടൊപ്പം തന്നെ ഈ BDJSന്റെ വോട്ട് ശോഭാ സുരേന്ദ്രൻ അനുകൂലമായി വരാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു സാധ്യതകൾ?
ഈ കഴിഞ്ഞ തവണത്തെ ഒരു പശ്ചാത്തലത്തിൽ ശബരിമല ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ വോട്ട് നഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ പോലെ ആലപ്പുഴയിൽ സംബന്ധിച്ചിടത്തോളം വോട്ട് കേന്ദ്രീകരിക്കപ്പെട്ടു, ഹിന്ദു വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെട്ടു എന്നുള്ളത് KS രാധാകൃഷ്ണന്റെ വിഷയം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കത് എടുത്തു പറയാൻ കഴിയും. മറിച്ച് ഇത്തവണ ഈ പറഞ്ഞ കിരൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ മത്സരിച്ചിരുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. പക്ഷേ ആലപ്പുഴയിൽ അവരുടെ ഒരു സ്ഥാനാർത്ഥിത്വം അത് രണ്ട് മുന്നണികൾക്കും കൃത്യമായ വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ശോഭയുടെ ക്യാമ്പുകളിലും അല്ലെങ്കിൽ ശോഭയുടെ പ്രചരണ പരിപാടികളിലൊക്കെ പോകുമ്പോൾ കൃത്യമായ നിലപാടുകളും ആശയങ്ങളും ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമായി ശോഭയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ശോഭ ഇവിടെ മത്സരിക്കുമ്പോൾ BJPയുടെ സംഘടനാ സംവിധാനം എത്രമാത്രം ശോഭയ്ക്ക് പിന്നിലുണ്ട്, അല്ലെങ്കിൽ പരിപാടികൾ സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുകയോ ചെയ്യുന്ന കാര്യത്തിനകത്ത് അത്ര കണ്ട് അതിനകത്ത് നമ്മൾ പ്രതീക്ഷിച്ചത്ര ഒരു നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് ആ കാര്യങ്ങൾ എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് സംശയമെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വേണ്ട വിധത്തിൽ ശോഭയെ പോലെയുള്ള ഒരാളെ കിട്ടുമ്പോൾ അത് ഉപയോഗിക്കാൻ BJP കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ജില്ലയിലെ പാർട്ടിക്ക് കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് നമുക്ക് ഇപ്പോഴും സംശയം പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം കിട്ടുന്ന ഇടങ്ങളിലൊക്കെ കൃത്യമായി സ്കോർ ചെയ്യാൻ ശോഭാ സുരേന്ദ്രന് കഴിയുന്നുണ്ട്. ഇപ്പോൾ തീരദേശ മേഖലയിൽ ഇന്നലെ നടത്തിയ കരിമണൽ മേഖലകളിൽ, അതായത് തൃക്കുന്നപ്പുഴയും പല്ലനയും അടക്കമുള്ള ഭാഗങ്ങളിൽ നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങൾ, ആ പ്രചാരണ പ്രവർത്തനങ്ങളിലൊക്കെ ഇതൊക്കെ പറയുമ്പോൾ തന്നെ BJPയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ രണ്ട് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള രണ്ട് കാൻഡിഡേറ്റ്സ് ആണ് LDFനും UDFനും മത്സരിച്ചത്. അപ്പോഴായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി വന്നത്. ഇത്തവണ അങ്ങനെയല്ല, അതിൽ കൂടി മാറ്റമുണ്ട്. അതെല്ലാം ഇതിനെ വോട്ടിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയില്ലേ? അത് കിരൺ അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ മത്സരിക്കുകയും ഇപ്പുറത്ത് ആ വോട്ടുകൾ, അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയും ഇപ്പുറത്തൊരു ഹിന്ദു വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തവണ അതിനെ മറികടക്കാൻ കഴിയുന്ന ആളാണ് UDF ഇറക്കിയിരിക്കുന്ന ആള് എന്നുള്ളതാണ്. അതായത് KC വേണുഗോപാലിന് എല്ലാ വിഭാഗങ്ങളുമായി കൃത്യമായ ബന്ധമുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് ഓരോ ഘട്ടത്തിലും അത് KCയുടെ ഒരു അത് ഇത്രയും വർഷത്തെ ആലപ്പുഴയിലെ ഒരു പ്രവർത്തന രീതിയും തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്യുന്ന രീതിയും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ വിഭാഗങ്ങളുമായി കൃത്യമായ ഒരു ബന്ധമുണ്ടാവുകയും ഒരുപക്ഷെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പോലും ഇടപെടൽ നടത്തി വോട്ടുകൾ ഇങ്ങോട്ട് മറിക്കാൻ കഴിയുന്ന രീതിയിൽ ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരാളാണ്. പണ്ട് മത്സരിച്ച ഒരു സാഹചര്യത്തിൽ നിന്നല്ല ഇപ്പോൾ ഒരു ദേശീയ നേതാവ് എന്നുള്ള രീതിയിൽ ഒരു പിക്ചറിലേക്ക് വരുന്നു. 5 വർഷമായി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഈ സീറ്റ് നഷ്ടപ്പെടാനുള്ള കാരണം KC വേണുഗോപാലിന്റെ അഭാവമാണെന്നുള്ള തോന്നൽ ഉണ്ടാവുകയും ആ തോന്നലിനെ മറികടക്കാനായി വരുന്നു. കോൺഗ്രസ് ക്യാമ്പുകൾ മത്സരത്തിലേക്കാണ് ആലപ്പുഴ നീങ്ങുന്നത്. KC വേണുഗോപാലും AM ആരിഫും കടുത്ത പോരാട്ടമായി തന്നെ നിൽക്കുകയാണ്. ഒപ്പം BJPയിൽ നിന്നും ശോഭാ സുരേന്ദ്രനുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളെല്ലാം തന്നെ കേരളം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മത്സരമായി ആലപ്പുഴ ജില്ലയിലെ മത്സരം മാറും എന്നതും ഉറപ്പാണ്. പ്രത്യേകിച്ച് രാജ്യമാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആലപ്പുഴ. KC വേണുഗോപാലിൻ്റെ ജയവും പരാജയവുമെല്ലാം ദേശീയ മാധ്യമങ്ങൾക്കടക്കം എന്തായാലും വാർത്തയാവുന്നത് കൂടിയാണ്. നമുക്ക് നാളെ മറ്റൊരു മണ്ഡലവുമായി വോട്ടിംഗ് എത്തിയിൽ എത്താം.